ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായുള്ള 9-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ സംബന്ധിക്കുന്ന ഒരു ധ്യാന വിചാരം നമ്മുടെ ആത്മാവിൽ ഈശോ നൽകട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിച്ച വ്യക്തി ഒരു സമ്മാനമാണ്, ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ ഈ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയായിരുന്നു. ഈശോ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി. എല്ലാ വിശുദ്ധരെയും നമ്മൾ പഠിക്കുമ്പം ഈ പരിശുദ്ധാത്മ ഫലങ്ങളാണ് അവരിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതവും അനുഗ്രഹമാകണമെന്ന്, സമ്മാനമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സമ്മാനമാകാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഫലം തേടി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുന്നത് ഈ ഫലം നമ്മളിൽ എന്തുമാത്രം കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപയോടെ പുറത്തു വന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സ്വർഗപ്രവേശനം. ദൈവത്തിൻ്റെ ആത്മാവിനോട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മീയ ഫലങ്ങളുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ, സഭയിൽ തന്നെ ഒരു അനുഗ്രഹമാക്കണമേ, സമ്മാനമാക്കണമേ. അനേകം മക്കൾക്ക് അനുഗ്രഹമാകാൻ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ സ്വഭാവമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.